ഇവരിൽ ഒരുവനായിരുന്നു ഈ ഞാനും. ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ചോരക്കുഞ്ഞ് അവകാശികളില്ലാതായപ്പോൾ ഇവിടെ എത്തി. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ഈ നിലയിൽ. ചീപ്പ് കോംപ്ലക്സോ എന്തോ, ആരുമില്ലാത്ത എനിക്ക് എല്ലാവരുമുള്ള ഗീതുവിനെ നേടാൻ ഒരു വാശി തോന്നി. പട്ടിണി പാവത്തിന് ഭക്ഷണത്തോടുള്ള ആർത്തി, പിച്ചക്കാരന് ലക്ഷത്തിനോടുള്ള മോഹം. അതുപോലെ ഈ ജാരസന്തതിക്ക് തറവാട്ടിലെ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. മുത്തച്ഛനും അച്ഛനും അമ്മയും അനുജത്തിമാരും ഒക്കെയുള്ള തന്നെ സ്വന്തമാക്കാൻ ഒരു മോഹം. ഓഫീസർ പട്ടവും കോവിലകത്ത് ജന്മവുമെല്ലാം ഗീതുവിനെ നേടാൻ പറഞ്ഞ കള്ളങ്ങളായിരുന്നു. അല്ല, എന്താ ധരിച്ചത്? കോട്ടും സൂട്ടും ടൈയും കണ്ട് ഞാൻ ഭ്രമിച്ചു പോയെന്നോ? ബോംബെയിൽ കാണാത്ത ഫാഷനൊന്നും അല്ലല്ലോ ഇതൊന്നും. ഡാഡിയും മമ്മിയും നാട്ടിലെ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞപ്പോ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലെ നിഷ്കളങ്കനായ ഒരു ഭർത്താവ്. ആശിച്ചത് തന്നെ കിട്ടിയെന്ന് ഞാൻ വെറുതെ അഹങ്കരിച്ചു. മക്കളുടെ കണ്ണൊന്നും നിറഞ്ഞ മനസ്സല്ലയും. അതാണ് എന്റെ ഡാഡിയും മമ്മിയും. എന്തിനാ പാവങ്ങളെ കൂടെ? ക്ഷമിക്കണം, പറ്റിപ്പോയി. മതി, ഒന്നെനിക്കറിയണം. ഈ കാക്കി കൊടുത്ത് ടാങ്കർ ലോറിയുമായി തറവാട്ടിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടോ എന്റെ ഭർത്താവിന്? അങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്കിൽ അതിനുള്ള തന്റെ ഉണ്ടാവുമ്പോ ഇനി അങ്ങോട്ട് വന്നാ മതി. കുടിവെള്ള ലോറിയും ഡോക്ടറുടെ കാറും അകത്തെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരെ കൊന്നു? കിളവൻ തട്ടിപ്പോയോന്നൊരു സംശയം. ഓൾഡ് മാൻ. അയ്യോ, എന്താണ് സംഭവിച്ചത്? ഫീസ് അടിച്ചു പോയോ? ഞാനെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് കേട്ടപ്പോ ബോധം കിട്ടുക. അപ്പൊ എന്റെ 50,000 പോയി. പ്രഷർ അല്പം കൂടുതലാ. ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക്. പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. പേടിക്കാനൊന്നുമില്ല. മീറ്റർ അടിച്ച് കണ്ണു തുറന്ന് എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ.